ആന, പുലി, മരം, വനത്തുനിന്ന് പുറത്ത് കിടന്നു അല്ലേ? വനത്തുനിന്ന് പുറത്തേക്ക് കിടന്നു. ഇതുണ്ട് ഇവിടത്തേക്ക് വീടുകളൊക്കെ കണ്ടു. ഇതെല്ലാം എടുത്തോ, ഈ വീടെല്ലാം എടുത്തു. നല്ല രസം. ഇതെല്ലാം ഒരു വീടും കടയിലേക്ക് കാണുന്നത്. സൂപ്പർ മാർക്കറ്റൊക്കെയാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. ചായക്കട ഇതുണ്ട്, സൂപ്പർ മാർക്കറ്റാണ്. നമ്മളെ തമിഴ്നാട്ടിലൊക്കെ സന്ദേശമല്ല, അത് ഹൊസള്ളി. ഉപ്പാന്റെ കടയിൽ ഇങ്ങനത്തെ കടയാ. ഉപ്പാന്റെ കട കാണിച്ചു തരാം. അന്തർശ്രദ്ധയിലല്ല, അല്ലല്ല, ഇനിയിപ്പത്തെ ഇവിടെ എടുത്താ ശരിക്കും ഗ്രാമത്തിൽ തന്നെ. ശരിയായ ഗ്രാമം. പിന്നെ അന്തർശ്രദ്ധ കുറച്ചും കൂടെ ടൗണാണ്. മജീദിലുള്ള അന്തർശ്രദ്ധയില്ല. പിന്നെ പറയുമ്പോൾ എല്ലാവരും അന്തർശ്രദ്ധ എന്ന് പറയാം. നമ്മളിപ്പോ അടുത്ത സ്ഥലം എന്ന് പറയില്ല. ഹൊസള്ളി എന്നാണ് ശരിക്കുള്ള പറയാ. നാടൻ ഭാഷയിൽ ഹൊസള്ളി. നിങ്ങൾ തുറൻ പോകുന്നില്ല ഇന്ന അങ്ങോട്ട്? അതല്ല ഹൊസള്ളി. അവിടെ പുഴയുണ്ട്. പുഴക്കരയിലേക്ക് പോവാൻ നമുക്ക്. പിന്നെ ഇത് കിട്ടുകയാണെങ്കിൽ, കാളവണ്ടി കിട്ടുകയാണെങ്കിൽ. കാളവണ്ടി എപ്പോഴും കിട്ടൂല, കൃഷി സമയമാണെങ്കിലും നോക്കാം. കാളവണ്ടി കയറിയിട്ടൊന്ന് യാത്ര ചെയ്യാം. ഇതിലൊരു വീടാണ് ഇത് നോക്കുന്നത്. ഇവിടുത്തെ ഒരു വീടിന്റെ ഒരു പോലെ. ഇതെല്ലാം ഓരോ വീടാണ്. നമ്മളെ നാട്ടില് പണ്ടുണ്ടായിരുന്നല്ലേ ഇതെല്ലാം ഇങ്ങനത്തെ വീടുകൾ. ഷട്ടറെല്ലാം ഇതാ കാണുന്നത്, പുതിയതാ. ടെറസ് ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് സഫാരിന്റെ. ഇത് ഇവരെ ജംഗിൾ ലോഡ്ജ് ഇല്ലേ, അവരുടെ ഇത് ലോഡ്ജാ. ഞാൻ പറഞ്ഞില്ലേ ഒക്കെ വരുന്ന. അല്ലാണ്ട് മറ്റേ ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ. ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനത്തെ അല്ല, ബസ്സാണ്. അതന്നെ ജംഗിൾ ലോഡ്ജ് എന്ന് പറഞ്ഞാല്, ജംഗിൾ ലോഡ്ജ് എന്ന് അതിന്റെ പേര്. ഇവിടുത്തെ കൃഷിയിടങ്ങൾ കാണാം. കാടെങ്ങനെയുണ്ട്? കാട് നിബിഡവനം എന്ന് പറയാൻ പറ്റില്ല, തേക്കിൻ കാടാണ്. അല്ല, അത് കംപ്ലീറ്റ് കാട് തന്നെ. അത് വെയിലെല്ലാം പിന്നെ ഇലയിൽ ഇതായതുകൊണ്ട് ശരിക്കും നല്ല പച്ചക്കാടാ. എന്നാലും മരങ്ങള് തേക്ക് മാത്രല്ല, എല്ലാ മരങ്ങളും അതിനുള്ളിൽ കുറെ മരം. ഉള്ളിലങ്ങനെ പുറത്തങ്ങനെ കാണുന്നതാണ്. തെങ്ങ് ഇവിടെയുണ്ട് കേട്ടോ. തെങ്ങൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, നട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പൊ തെങ്ങിന്റെ കളിയല്ലേ. ഇതാണ് കറുത്ത മണ്ണാണ്. കൃഷിയിടങ്ങളിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ എന്താ കൃഷി ഇതൊക്കെ ചോദിക്കണ്ടേ. ഇവിടെ കരിമ്പ് കൃഷി, മൂരിനെയൊക്കെ കാണാം. കരിമ്പിന്റെ കാണാൻ പറ്റും. കരിമ്പ് തന്നെ ഇത്. ഇവിടെ എല്ലാം കരിമ്പ് വെട്ടിന്ന് തോന്നുന്നു കേട്ടോ. അവിടെ എല്ലാം പുല്ല് കണ്ടോ, കരിമ്പിന്റെ. ഇത് പുല്ല് കരിമ്പിന്റെ മാറി. ഇനിയിപ്പോ വേറെ കൃഷി ചെയ്യും. ഓരോ സീസണിൽ ഓരോന്നോ മാറി മാറി ചെയ്യും. ടിപ്പിക്കൽ ഇന്ത്യൻ ഗ്രാമങ്ങൾ അല്ലേ, കേരളത്തിലല്ലാത്ത. എത്രയും ആൾക്കാരും അതിനിടയിൽ ഒരു അമ്പലം. അമ്പലം എടുക്കുക. ട്രാക്ടർ. എല്ലാരും ബൈക്കായി. ഇംഗ്ലീഷുകാരെല്ലാം ഇറങ്ങുന്നത്. ഇതെല്ലാം മറ്റേ ചിലപ്പോ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം സമൂഹം എല്ലാം കൂടെ ഇതിലേ വന്നിരുന്നു ഞങ്ങള്. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് മറ്റേ ഇത് ചെണ്ടുമല്ലിയില്ല, പൂക്കള് ഇവരെ ഓണത്തിലിടുന്ന നമ്മുടെ ചെട്ടിപ്പൂന്നെല്ലാം പറയുന്ന സാധനം, അതിന്റെ കൃഷി. എന്ത് രസമായിരുന്നു. നമ്മളതിന്റെ അകത്ത് നിന്നിട്ടുള്ള ഫോട്ടോയിലുണ്ട്. ഇങ്ങനെ ഓരോ സീസണിലും ഓരോന്നായതുകൊണ്ട്. ഇനിയിപ്പോ ഇതെല്ലാം എഴുത്ത് മറിച്ചിട്ടിരിക്കുക. ഇനിയിപ്പോ എന്തെങ്കിലും തുടങ്ങും. ഇവിടെ ബ്ലാക്കാണ്. ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും. കുട്ടനാട്ടിലെ കൂടി ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോ പിന്നെ ഒരു കാലത്ത് ഈ കളറായിരിക്കും. ഉഴുത് പറിച്ചിടുന്ന സമയത്ത് ആകെ ഒരു കറുപ്പൻ ഡാർക്ക് ബ്രൗൺ കളറ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല പച്ചയായി. പച്ച എന്തെങ്കിലും തിളത്ത് പറഞ്ഞ് ഇവിടെ എല്ലാം കരിമ്പ് എല്ലാം പോയി കഴിഞ്ഞു. അപ്പൊ കുറച്ച് കഴിയുമ്പോ പിന്നെ കളറ് മാറി പച്ച വന്ന്, പിന്നെ അത് പഴുത്ത് വരുമ്പോ ഒരു മഞ്ഞ കളറായി, പിന്നെ ഗോൾഡൻ കളറായി, പിന്നെ അത് ഇത് കുറച്ച്. അതുപോലെ തന്നെ ഈ കരിമ്പിന്റെ കൃഷി
ഡാർക്ക് ബ്രൗൺ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കരിമ്പ് വളരുമ്പോൾ പച്ചയാവും അല്ലേ? പണ്ട് ഞാനിവിടെ വരുമ്പോ പുഴയാ പുഴ കുറച്ചപ്പുറം, അത് പുഴയെല്ലാം ശരിക്കും ഡാമിന്റെ ബാക്കിയുള്ള ഭാഗം മലാലൈ. പിന്നെ പണ്ട് ഞാൻ ഇവിടെ വരുമ്പോ ഡിസ്കവറി വില്ലേജ് സ്ഥലത്തിന്റെ പേര്. ഈ റൂട്ടില് ടാർ ചെയ്തിട്ടില്ല റോഡ്, എല്ലാം മറ്റേ റോഡാ, മണ്ണിട്ട റോഡ്. ഞങ്ങള് വരുമ്പോ ഞാനെല്ലാം വരുമ്പോ 2 ബസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. രാവിലെ ഒരു ബസ് മൈസൂറിന്ന് ഇങ്ങോട്ടേക്കാ. 2 ബസ്, ഒരു ബസ് രാവിലെ, ഒരു ബസ് വൈകുന്നേരം. ഒന്ന് പ്രൈവറ്റ് ഉണ്ട്, അപ്പൊ ഈ 2 ബസ് ഉണ്ട്, രാവിലെ 2, വൈകുന്നേരം 2. അന്നേരം ഇതെല്ലാം വെറും പൊട്ടിപ്പറപ്പിച്ചു. നിങ്ങൾ ഇവിടെ വരുന്ന എങ്ങനെയാ? അന്ന് ബസ്സിനല്ലേ? ബസ്സിനല്ല, മൈസൂർ വന്നിട്ട് ഇങ്ങോട്ട് വരിക? അല്ലല്ല, മാനന്തവാടിയിൽ വന്നിട്ട് ബസ് വരും. മാനന്തവാടി നേരത്തേക്ക് പോകുന്ന ബസ്സാ? മൈസൂർ പോകുന്ന ബസ്. ഓ അങ്ങനെ. മൈസൂർ മാനന്തവാടി വൺ ഓഫ് ദ റൂട്ടാണ് ഇതല്ലേ? കൃഷിയില്ല ഇവിടെ, കൃഷിന്റെ എല്ലാം കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് കൃഷിന്റെ നല്ല രസം കാണാൻ. നല്ല ഇങ്ങനെ പച്ചപ്പും ഇതൊക്കെ ആയിട്ടുണ്ടാവും. എന്ത് രസം സ്ഥലം ഇവിടെ എല്ലാം ഇങ്ങനെ കൃഷിയാകുമ്പോഴുള്ള ഒരു ആലോചിച്ച് നോക്കിയ പച്ചപ്പില്. ചോളം ഇതുണ്ടാവും, റാഗി കൃഷി ഉണ്ടാവാറുണ്ട്, നെൽകൃഷി ഉണ്ടാവാറുണ്ട്. നെൽകൃഷി ഇവിടെ കുറവാണ്. മുതിര ഉണ്ടാവും, മുതിര കൃഷി ഉണ്ടാവാറുണ്ട്. പിന്നെ ആട്ടിനെ മേയ്ക്കല് മൈസൂർക്ക് 69 കിലോമീറ്റർ. ഞാൻ പറഞ്ഞ കറക്റ്റാ, 70 കിലോമീറ്റർ അല്ല പറഞ്ഞു. ആയിട്ടില്ല, ആന മുട്ടനാടൻ എല്ലാം ഉണ്ട്. ആടുജീവിതം പൃഥ്വിരാജ് ഉണ്ടാ? പൃഥ്വിരാജ് പുറകിലുണ്ട്. അതിന്റെ അപ്പുറം കരിമ്പ് ആയി വരുന്നുണ്ട്, കരിമ്പ് മുളച്ചു വരുന്നുണ്ട്, ആയിട്ടില്ല. കേബേജ് അല്ലല്ല, വത്തക്ക തണ്ണിമത്തന് ഇതാ കണ്ണില്ലേ? ഇതാ വാങ്ങിക്ക ഇടുണ്ടെങ്കില് വിൽപ്പന ഉണ്ടാ? അല്ല അവിടെ തന്നെ ഉപയോഗിക്കണ്ട. ഇതിന്റെ അടുത്ത് ഒരു 6 കിലോമീറ്റർ ഇപ്പുറത്ത് ബസ്നഹള്ളി എന്ന് പറഞ്ഞ സ്ഥലം. മുഹമ്മദിന്റെ ഫാദർ പണ്ടത്തെ കാലത്ത് 60 കൊല്ലം മുമ്പേ ഇവിടെ ആയിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. ആ സ്ഥലം എത്തി, തനി നാടൻ സ്ഥലം. ഇവിടെ കൃഷി കണ്ട, ട്രാക്ടറുകളുടെ സമ്മേളനം. എന്തോ കൃഷി സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണോ? ഇല്ല, അത് മണ്ണ് കൊണ്ടുപോകാണല്ലോ, ബ്രിക്ക് ഉണ്ടാക്കാൻ കൊണ്ടുപോകണോ? അതായിരിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് മണ്ണെടുത്തിട്ട് അങ്ങ് അപ്പുറത്ത് എന്താ പരിപാടി എന്നറിയില്ല. പായസം തട്ടുന്നെല്ലാം ചോദിച്ചു, പായസം ഇവിടെ ഒരു പഴമൊക്കെ തിന്നിട്ടും ഭയങ്കര പന്തലെല്ലാം കിട്ടി, ഭയങ്കര ആഘോഷം. ಗೊತ್ತಾಯ್ತಾ? ಒಳಗಡೆ ಹೋಗಿ കാളവണ്ടിയാ? ഇവരെല്ലാം എടുത്തോ? നാഗരാജ് ನಾವು ಅಲ್ಲೇ ಮನೆ ಕತ್ತಿತ್ತು. എത്തുകടി ഒരു വണ്ടി, കളവണ്ടി. ಇರಲಿಕ್ಕಲ್ಲ ಕರ್ಚಿಫೊಂದು ಮಾಡ ಒಳಗಡೆ ಹೋಗಿ
ಓ ಕರ್ಚಿಪತ್ ಮೇಡಮ್ ಏನಾಗಲ್ಲ ಕುಲ್ಕ್ಲೇ നൗഫല് അടിപൊളിയായിട്ട് കളവണ്ടിയിൽ യാത്ര ചെയ്യുന്നു. നൗഫല് അഫാൻ കളവണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യപ്പോ പാടും ഈ മ്യൂസിക്കിന് പറ്റിയ പാട്ടുകളല്ല. വ്ലോഗ് ചെയ്യുമ്പോ ഒരു കട മാറിയിരുന്നു. ഇവിടെ ഹോട്ടലിൽ ചായക്കടയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ സൈക്കിളല്ലോ സൈക്കിൾ off-road drive in Benz car. മറ്റേ സാധനം എടുക്കാനും ഇങ്ങനെ കുലുങ്ങുന്നതേ പറ്റിയത് എടുക്കാനും നിന്നിട്ടോ ഇല്ലില്ല. കാണുന്നില്ല അപ്പാൻ കൈ കാണിക്കേ. കാണും